ഇനി എൻ്റെ ഒരു അനുഭവം കൂടെ പറയാൻ കോയാമോ? ഒരു അനുഭവം സത്യം പറയണ. അള്ളാഹുത്തല തന്ന് കൊടുക്കാൻ ചിലർക്ക് സ്വാധീനമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യും ചില ആളുകൾ സ്വാധീനം കൊണ്ട്. അങ്ങനെ ഞങ്ങൾ മൂല്യന്മാരൊക്കെ അതാണ് ചിലപ്പോഴൊക്കെ വെള്ളിയാഴ്ച വന്നിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയില്ലേ, ഒരു മിസ്കീം വന്നെന്ന് പറഞ്ഞാണ്ട് ഇല്ലേ, അപ്പം അങ്ങനെ എല്ലാവരും കൊടുക്കും. കൂലിയെടുക്കുക അപ്പം ഉണ്ടാവും. വെറുതെ പറയല്ല, ഇതൊക്കെ ഹദീസിലുള്ളതാണ്. എന്താ കുഞ്ഞിപ്പാജി ആലോചിക്കണം, എന്നാൽ ഇങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ടല്ലേ? ഈ മൂല്യന്മാർക്ക് കൂലിയിട്ടെണ്ണ ഇപ്പം നമ്മൾ കൊടുക്കണേൻ്റെ കൂലിയൊക്കെ മൂല്യന്മാർക്കാണെങ്കിൽ ഇന്നപ്പം ഇനിയിപ്പോൾ അതിനൊക്കെ ഉണ്ടാകുന്നിട്ട് ചിന്തിക്കണ്ട. നിങ്ങൾ കൊടുക്കണതിന് മാത്രമല്ല, നിങ്ങൾ ചെയ്യണതിൻ്റെ ഒക്കെ ഒരു കൂലി മൂല്യന്മാർക്കുണ്ടാവും. മൂല്യന്മാർക്കുള്ള ഭാഗ്യത. അതിന് മൂല്യരൊന്നും വേണ്ട, ഈ തന്നെ പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ഇഷ്ടംപോലെ പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ പള്ളിയിലുണ്ടാവും, അങ്ങാടിയിലുണ്ടാവും, പെരിയിലൊക്കെ ഉണ്ടാവും. അതിന് മൂല്യരും കത്തിപ്പൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. വമിമ്മ റസുഖനവും യുംഫിക്കൂൻ എന്ന് പറയുന്നത് വളരെ അർത്ഥവ്യാപ്തിയുള്ളൊരു വാക്കാണ്. ഒരു പൈസ കൊടുക്കൽ മാത്രം അള്ളാഹുത്തല പലതും തന്നിട്ടുണ്ടാവാം പലർക്കും. ഇനി എൻ്റെ ഒരു അനുഭവം കൂടെ പറയാൻ കോയാമോ? ഒരു അനുഭവം സത്യം പറയണ. ഇപ്പം മഹലിലൊക്കെ ഓരോരോ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർ 10,000 കൊടുക്കണം, ലക്ഷം കൊടുക്കണ്, പള്ളിക്കും മദ്രസക്കും കൊടുക്കുമ്പോൾ അപ്പോൾ ഇന്ന പോലത്തെ ഒരു മൂല്യരെ സംബന്ധിച്ച് അന്ന് അതിനൊന്നും കഴിവില്ലാത്ത ആളെ സംബന്ധിച്ചൊരു സങ്കടം. നമുക്കിപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ കേൾക്കണ്ടോ? പിന്നെയാണ് ഹദീസ് കാണുന്നത് ഏറ്റവും വലിയ ദാനം ഇൽമാണ്. ഇൽമ കൊടുക്കൽ തന്നെയാണ് ഏറ്റവും വലിയ. അതിലാറെ ഇല്ല, ലക്ഷങ്ങൾക്കൊന്നും സ്ഥാനമല്ല എന്നുള്ള ഹദീസ് ഉടനെ ഞാൻ കണ്ടു. അങ്ങനെ എനിക്ക് വലിയ സമാധാനം ഉണ്ടായി. അള്ളാഹുതആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹുതആല കബൂൽ ചെയ്യട്ടെ. അത് എനിക്കൊരു ഇഷ്കാലുണ്ടായ ഒരു മറുപടിൻ്റെ കാര്യം ഞാൻ പറയും. ഇൽമിൻ്റെ അത്ര വലിയൊരു ദാനമില്ല. ഏറ്റവും വലിയ ദാനം ഇൽമ കൊടുക്കലാണ്. ഇപ്പം നബിമാമൊക്കെ നോക്കിയാൽ നിങ്ങൾ ഒരു ദിവസം 2 ഖുറാസാണ് എഴുതിയത്, 16 പേജ്. കല്യാണം കഴിച്ചിട്ടില്ല, വളരെ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ, പൈസ ഉണ്ടാക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാ മനസ്സിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിതാബാണ് ഇപ്പോഴും ലോകം ചർച്ച ചെയ്യുന്നത്. നബിമാമിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടി. റിയാദുസ് സാലിഹീൻ അദ്ദേഹത്തിൻ്റെതാണ്, എല്ലാ പള്ളിയിലും ഉണ്ടാവും. തൊഴുഫ, മോനി, നിഹായ, ഈ കിതാബൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൻ്റെ ആശകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങളാണ് അതൊക്കെ. 10 വാളിയുള്ള തൊഴുഫയൊക്കെ നമ്മൾ വായിച്ചില്ലേ, അതൊക്കെ അതിൻ്റെയൊക്കെ മത്തിന് മൂലഗ്രന്ഥം ഇമാം നവവിയുടെ മിൻഹാജ് എന്ന കിതാബാണ്. മഹല്ലി അതാണ്, നിഹായ അതാണ്, മുഗ്നി അതാണ്. അങ്ങനെ ഒരുപാട് ആശയം. അങ്ങനത്തെ കനപ്പെട്ട രചനകൾ അദ്ദേഹം വഫാത്തായപ്പോൾ ശിഷ്യന്മാർ എണ്ണി നോക്കി, ആകെ എത്ര ദിവസം ജീവിച്ചു, ആകെ എത്ര പേജ് എഴുതി. ഒരു ദിവസത്തേക്ക് 16 പേജ് വീതം എഴുതിയിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് നിർത്തും. മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ.